Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. പ്രയറിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പ്രയറിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആര്യ Yes, teacher. പറഞ്ഞോട്ടെ പ്രയർ. Father, we thank thee for the night and for the pleasant morning light, for rest and food and loving care, and for that makes the world so fair. Help us to do the things we should, to be to others kind and good. In all we do, in work or prayer, to grow more loving every day. Father, we thank thee for the night and for the pleasant morning light. Finish the message. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ് നോക്കിയത്. അതിൽ 3 നില എക്സ്പ്ലെയിൻ ചെയ്തത്. വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്. ഈ 3 അസുഖങ്ങളെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്ത്? മനസ്സിലായ എല്ലാവർക്കും? 3 അസുഖങ്ങളെ കുറിച്ച് മനസ്സിലായോന്ന്? ഓക്കെ. അപ്പൊ ഈ 3 അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് എനിക്ക് പറഞ്ഞു കേട്ടോ. മാം, ആ ഫ്ലോട്ടിങ്ങിന്റെ മീനിങ് നോക്കിയായിരുന്നോ? ഏതാണ്? ഒഴുകുക അല്ലേ? മാം പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞില്ല, ഒഴുകുക കേട്ടാ. അത് നോക്കിയപ്പോ അതാ കണ്ടത്. ഫ്ലോട്ട് അത് ഏതിലായിരുന്നു? നമ്മുടെ ഫസ്റ്റ് എത്തതിൽ അല്ലേ? Floats and food items affected by floats and their insects. മലിനീകരണം എല്ലാം അങ്ങനത്തെ ഒഴുക്കുക. അങ്ങനെ വേട് നോക്കിയപ്പോ എനിക്ക് അത് കിട്ടിയത്. നമ്മൾ കറക്റ്റ് വേട് നോക്കിപ്പോയി കഴിഞ്ഞ പണിയാണ്. ഓക്കെ, നോക്കാട്ടാ. വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ് 3 അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 3 അസുഖങ്ങളെ കുറിച്ചും ഓരോരുത്തര് പറഞ്ഞു. അവർക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത് കേട്ടോ. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളവിടെ വെച്ച് അടുത്ത പോർഷനിലേക്ക് പോണേന്. ഓക്കെ, ഒന്ന് പറഞ്ഞേ. വൂഫിംഗ് കഫിനെ കുറിച്ച് ആരാ പറയാനായിട്ട് തയ്യാറായിരിക്കണേ? ഞാൻ പറയാം മിസ്. ആദ്യം പറഞ്ഞാരാണ്? പേര് പോയല്ല. ഓക്കെ, അതി മോന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞോട്ടാ. എന്റെ പേര് അദീബ സലീം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വൂഫിംഗ് കഫിനെ പറ്റിയാണ്. വൂഫിംഗ് കഫ്, അതിന് നമ്മൾ പെർട്യൂസിസ് അല്ലെങ്കിൽ 10 days ഓഫ് കഫ് എന്നൊക്കെ പേരുണ്ട്. അതൊരു കണ്ടാജീനിയസ് അസുഖമാണ്. അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. പിന്നെ ഇത് കുട്ടികളിലാണ് കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇത് നമ്മളൊരു 100 days വരെ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവും. അതായത് നല്ല ശക്തിയായിട്ടുള്ള ചുമയാണ് വൂഫിംഗ് കഫ് എന്ന് പറയുമ്പോൾ. അതെനിക്ക് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി കറക്റ്റ് അറിയാം. അതൊരു 5 years വരെ ബിലോ ഉള്ള ചിൽഡ്രൻസിനാണ് വരുന്നത് എന്ന് പറയുമ്പോഴും എനിക്ക് വന്നത് അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. അപ്പോൾ അത് നല്ല ഒരു ബുദ്ധിമുട്ടുള്ള ഡിസീസ് തന്നെയാണ്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. താങ്ക് യു. വൂഫിംഗ് കഫ് കുട്ടികൾക്ക് മാത്രം വരാമെന്നല്ല കേട്ടാ. കൂടുതലായിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അത് അഫക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും അവരുടെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് അതെന്നാ പറയണത്. ഈ വൂഫിംഗ് കഫ് എന്ന് പറയുന്ന അസുഖം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 6 മാസമോ 3 മാസം കണ്ടും ഫുൾ ചുമന്ന് വെച്ചാൽ നിർത്താൻ പറ്റില്ല, സംസാരിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ ചുമയിരുന്നു.
അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് കൊറോണ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതേപോലൊരു ചുമ വന്നു. അതും എനിക്ക് തോന്നുന്നു വൂഫിംഗ് കഫ് തന്നെയായിരുന്നു. കാരണം അതിന്റെ ടൈം പീരീഡ് ഈ പറഞ്ഞ പോലെ 100 days ആയിരുന്നു. നമ്മ ചുമ നേരത്തെ മരുന്ന് കഴിച്ച് മാറ്റാനാണ് നല്ലത്. കാരണം അത് കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വന്നത്. അപ്പൊ ചുമ പറ്റുന്നില്ല, ഒട്ടും പറ്റില്ല. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് അത് കോംപ്ലിക്കേറ്റഡ് ആയി. പിന്നെ കറക്റ്റ് ആയിട്ട് മെഡിസിൻ ഒക്കെ എടുത്തുകൊണ്ട് കുറച്ച് കുറഞ്ഞ് മാറി, ശരിക്കും മാറി. ഇപ്പൊ അങ്ങനൊന്നുമില്ല. വൂഫിംഗ് കഫ് എല്ലാവർക്കും വരാട്ടെ, കുട്ടികളിലാണ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവണേന്നുള്ളൂ. ഡിഫ്തീരിയനെ കുറിച്ച് ആരാ പറയണത്? ദിവ്യ ദീപു. പേര് ഇതിലാണെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് നിങ്ങൾ പേര് പറഞ്ഞിട്ട് എന്നോട് പറയാം ആൻസർ. ദിവ്യ ആളില്ലേ? സൂര്യ ശ്രീലേഷ്. നോക്കട്ടാ, ഇനി ആരാ പറയണത് ഡിഫ്തീരിയനെ കുറിച്ച്? ഞാൻ ഇമേജ് ഒക്കെ കാണിച്ചു തന്നെയാണല്ലോ. അന്ന പറഞ്ഞോടാ. ആൻ എന്നാണ് പേര്. പേര് പറഞ്ഞിട്ട് പറഞ്ഞോട്ടാ. Anne Maria. ഓക്കെ, ആൻ മരിയ. ഓക്കെ, പറഞ്ഞോളൂ. Diphtheria, other name of diphtheria is killer disease. Vaccine name of diphtheria, diphtheria pertussis tetanus. Mostly affected 2 to 5 years children. And it's a membrane develop in its throat. ബാക്കിയൊന്നും ക്ലിയർ ആവണില്ലല്ലോ. കുറച്ച് റേഞ്ച് ഇഷ്യൂ വന്നു മാം, ഇവിടെ ഇച്ചിരി റേഞ്ചിന്റെ ഇതുണ്ട്. എനിക്കും ക്ലിയർ ആവുന്നില്ല. ഓക്കേടാ, ഇനി വേറെ ആരെങ്കിലും പറയോ ഡിഫ്തീരിയനെ കുറിച്ച്? ഞാൻ പറയാം. ആ, ഐശ്വര്യ. ഐശ്വര്യ. ഡിഫ്തീരിയ കില്ലർ ഡിസീസ് എന്നറിയപ്പെടുന്നു. തൊണ്ടയില് ട്രക്കയില് വെള്ള പാട് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകും, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, തൊണ്ടയിൽ മെംബ്രെയിൻ രൂപപ്പെടുന്നു. വൈകാതെ വൈദ്യസഹായം നേടിയില്ലെങ്കിൽ മരിച്ചു പോകാനുള്ള ചാൻസ് പോലും ഉണ്ട്. ഇത് പെട്ടെന്ന് മറ്റു കുട്ടികളിലേക്ക് സ്പ്രെഡ് ആകുന്നു. അവൈലബിൾ ആണ്. ഡിറ്റാപ്പ് ആൻഡ് ടിഡാപ്പ് ആണ് ഇതിന്റെ വാക്സിൻ. ഡിറ്റാപ്പ് എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടുസിസ്. ടിഡാപ്പ് എന്ന് പറയുമ്പോൾ ടെറ്റനസ് ഡിഫ്തീരിയ പെർട്ടുസിസ്. ആദ്യമൊക്കെ ഒരു അസുഖം വന്നാലും മരണപ്പെട്ടു പോകുമായിരുന്നു. പിന്നീട് വാക്സിൻ വന്നതോടുകൂടി മരണസംഖ്യയിൽ കുറവുണ്ട്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വേറൊരാള് പറയാന്ന് പറഞ്ഞല്ലോ, ആരാണത്? ആതിര, പറഞ്ഞോടാ. എന്നിട്ട് ഡിഫ്തീരിയനെ കുറിച്ച് ഇനി വേറെ ആരും പറയുന്നില്ലല്ലോ? ഓക്കെ, ടെറ്റനസിനെ കുറിച്ച് പറഞ്ഞോ കേട്ടോ. ടെറ്റനസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നും അതെങ്ങനെ അഫക്ട് ചെയ്യണേന്നും അത് എന്താ കാരണം, വരാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞോ കേട്ടോ. എങ്ങനെയാ വരണേന്നൊക്കെ ഞാൻ പറയണ ക്ലിയർ ആവണില്ലേ? ആരും ഇല്ലേ നിങ്ങളുടെ കയ്യില് ബോൾഡ് ആയിട്ട് വന്ന് എനിക്ക് പറയാൻ അറിയാ എന്ന് വിചാരിച്ച് പറയണ ആരും ഇല്ല? നിങ്ങളാണോ? ഓക്കെ, സൂര്യ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങള് ഈ ഹാൻഡ് ഇങ്ങനെ പൊക്കണത് ഞാൻ പറയണതിന് റിപ്ലൈ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. അത് പ്രിപ്പയർ അല്ല, ജസ്റ്റ് അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞോ. ആർക്കും അറിഞ്ഞൂടാ ടെറ്റനസിനെ കുറിച്ച്? ടീച്ചർ ഞാൻ തന്നെ പറയട്ടെ. നേരത്തെ പറഞ്ഞായിരുന്നു ഡിഫ്തീരിയ. ടെറ്റനസ് ടിടി. മുറിവുകളിലൂടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നു. മസിലുകളുടെ ഇൻഡിഫറൻസ് ആണ് ഈ രോഗത്തിന്റെ പ്രൈമറി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഉദ്ദേശിക്കുന്ന രീതിയിൽ മസിലുകളെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
പേശി വലിവ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കൂടാതെ ബ്രീത്തിങ് ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. കൗഡങ്ങിലും ഹോഴ്സ് ഡങ്ങിലും ഒക്കെയാണ് ഈ ഒരു ബാക്ടീരിയകൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മുറിവുകൾ പോലും ശരിയായ രീതിയിൽ പരിപാലിക്കണം. ഓക്കേടാ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, ഇങ്ങനെ നിങ്ങളെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങളിപ്പോ ക്ലാസ് കേൾക്കണോ അല്ലെങ്കിൽ അത് പഠിക്കണോ അങ്ങനെയല്ല നമ്മള് മോണ്ടിസോറി എന്ന് പറയുമ്പോ നമ്മൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങൾക്ക് ആ പേടി, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സ്റ്റേജ് ഫിയറും അതൊക്കെ മാറ്റി നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ നമ്മളുടെ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോ ആ ഒരു പേടിയൊക്കെ മാറ്റി നിങ്ങൾ സ്വന്തം അഭിപ്രായം തുറന്ന് പറയാൻ പറ്റണം എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് തന്നെയാണ്. എന്നാൽ മാത്രമല്ല നിങ്ങൾക്കും ഇനി ഒരു ക്ലാസ്സിൽ പോയിട്ട് ഇതേപോലെ ഒരു പേടിയില്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ഓരോ ടീച്ചേഴ്സ് തന്നു തുടങ്ങും. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യൂലേ? അറിഞ്ഞൂടെ കുട്ടികളെ? ശ്രദ്ധിക്കുക, ആക്ടിവിറ്റീസുകൾ തരും, ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കും. ഓക്കെ, ഞാൻ നെയിം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും റെഡി ആയിരിക്കുമോ? ഓക്കെ, ഞാൻ അങ്ങനെ പറയണേണ്, നിങ്ങൾ മുന്നോട്ട് വരണ്ടല്ലേ ചെയ്യേണ്ടത്. ഞാൻ പറയാന്ന് പറഞ്ഞു. ഇപ്പൊ ഐശ്വര്യ ആദ്യം എന്താ പറയാ ഡിസ്റ്റീരിയ പറഞ്ഞാണ്. ആ കൊച്ചു രണ്ടാമതും ടെറ്റനസ് വേറെ ആരും പറയാനില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാം മിസ് എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളും ഇതെന്ത് ചെയ്യാ റെസ്പോണ്ട് ചെയ്യാ. നിങ്ങളിപ്പോ ഇവിടെ തന്നെ ഉണ്ടോന്ന് എനിക്കറിയോ? നിങ്ങൾ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും വെക്കണെങ്കിലോ? അപ്പൊ മാക്സിമം നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുമ്പോ അത് എന്ത് ചെയ്യാ, റിപ്ലൈ തരാൻ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി പറയിപ്പിക്കുക ചെയ്യണേ കേട്ടോ. ഇത് ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ചോദിക്കുമ്പോ തന്നെ ഓരോരുത്തരോടും. നമ്മ എടുക്കാൻ പോണ അടുത്ത ഡിസീസാണ്, നമ്മുടെ അടുത്ത ഡിസീസാണ് ഏത്? പോളിയോ എന്ന് പറയണേ കേട്ടാ. നമ്മൾ പോളിയോ വാക്സിൻ ഒക്കെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മ കാണാറുണ്ടല്ല. അംഗനവാടി വഴിയൊക്കെ പോളിയോ വാക്സിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ എല്ലാം കേട്ടിട്ടുണ്ടാവും. വർഷത്തിൽ ഒരു പ്രാവശ്യം കണ്ടോ, ഒരു പ്രാവശ്യം 6 മാസം കൂടുമ്പോഴാണ്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ പോളിയോ കൊടുക്കുന്നുണ്ട്. പോളിയോ ദിനാചരണം എന്നൊക്കെ പറഞ്ഞിട്ട്. സാന്ദ്ര എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്സേ ഉണ്ടായിരുന്നു. എന്റെ ഫോണിൽ റേഞ്ച് ഇല്ലായിരുന്നു, ഇപ്പളാ കയറിയേ. ടെറ്റനസിന്റെ മറ്റേ 3ാമത്തെ സെന്റൻസ് അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഏതാണ് 3ാമത്തെ സെന്റൻസ്? The bacteria that caused this disease was grow in cow dung and horse dung. അതാണോ? അതല്ല മിസ്സേ, ഇത് മസിൽ സ്പാംസ് മേക്ക് സിറ്റിംഗ് ഡിഫിക്കൽട്ട്. അത് എന്നാന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നു. Able to breathe in advanced condition. ഇത് മസിൽ സ്പാമുകൾ വരാനുള്ള വെച്ചാൽ നമുക്ക് മസിലനക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വരാനും പേഷ്യൻസിന് കുറച്ച് അഡ്വാൻസ്ഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും വെച്ചാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന് എത്തിക്കാനും ചാൻസ് ഉണ്ടെന്നാ പറയണത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നോക്കാം പോളിയോ നോക്കി. ഇതിപ്പോ വാക്സിന്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. മലയാളത്തിൽ ഇതിന് പിള്ളവാദം എന്ന് പറയും. ഇന്ത്യയിൽ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാറില്ല, റിപ്പോർട്ട് ചെയ്തിട്ട് കുറെ നാളായി. നമുക്ക് എന്താ പറയാ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് മെയിൻ ആയിട്ട് പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. നമുക്ക് കൈകാലുകൾ തളർന്നു പോകും. ഇത് പെർമനന്റ് ആയിട്ട് വന്ന ഡിസബിലിറ്റി ആണ്. നമുക്ക് മെഡിസിൻസ് അവൈലബിൾ അല്ല. പോളിയോ വരാതിരിക്കാനായിട്ട് നോക്കാന്നല്ലാണ്ട് എന്താണ് മെഡിസിൻസ് അവൈലബിൾ അല്ല. ഇപ്പൊ പോളിയോന് വാക്സിൻ അവൈലബിൾ ആണ്, 100% എൻഷുർ ചെയ്യുന്നുണ്ട് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് അവൈലബിൾ അല്ല, ഇതിന് മെഡിസിൻസ് അവൈലബിൾ അല്ല. അവർക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. പോളിയോന് ട്രീറ്റ്മെന്റ് ഇല്ല, പിന്നെ അവർക്ക് സപ്പോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഈ ഒരു എന്താ പറയാ ഇതിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്നല്ലാണ്ട് മെഡിസിൻസ് ഇന്ന് വരെയും കണ്ടെത്തിയിട്ടില്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് വാക്സിൻ ആണ്. വാക്സിൻ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് എടുക്കണം. കാരണം വാക്സിൻ ഇതിന് ഒരു 100% വരെയും ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊന്നും പോളിയോ എന്ന് പറയുന്ന അസുഖം ഇന്ത്യയിലുള്ള റിപ്പോർട്ട് ചെയ്യണില്ല. പക്ഷെ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇപ്പോഴും ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ എപ്പോഴും ഇന്ത്യയിൽ പോളിയോയുടെ വാക്സിൻസ് എടുക്കാനായിട്ട് നോക്കുക. ഇന്ത്യയിലുള്ളവർക്ക് മിക്കവർക്ക് ഫ്രീ ആയിട്ട് തന്നെ പോളിയോ വാക്സിൻ അവൈലബിൾ ആണ്. ഈ കുട്ടികൾ പുറം രാജ്യത്തൊക്കെ ജനിച്ച കുട്ടികളാണെങ്കിൽ എനിക്ക് സംശയമുണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന്. കാരണം അവിടെ ഇപ്പം അങ്ങനെ
ഈ അസുഖം റിപ്പോർട്ട് ചെയ്യണത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവൈലബിൾ ആണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ വരുമ്പോ ഈ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാൻ നോക്കാം. പിന്നെ അതേപോലെ പോളിയോ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം കേട്ടോ. നമുക്ക് എന്താ പറയാ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോന്റെ വാക്സിൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പോളിയോ വാക്സിൻ അപ് ടു ഏജ് ഓഫ് 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈറസ് വഴിയാണ്, പോളിയോ വൈറസ് വഴിയാണ് ഈ അസുഖം വരുത്തുന്നത്. ഫീവർ ആയിട്ടായിരിക്കും അത് തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ പേശികളിലൊക്കെ ബലഹീനത ആയിരിക്കും പിന്നെ വരുന്നത്. നമുക്ക് മൂവ് ചെയ്യാനോ അനങ്ങാനോ ഉള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. തളർന്നു പോകും. ചില സമയത്ത് നമ്മുടെ ഹോൾ ബോഡി പാരലൈസ് ആയിട്ട് പോണ അവസ്ഥയുണ്ട്. ചിലപ്പോ പോളിയോ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ, ഒരു ബോഡിയുടെ പാർട്ടിലേക്കും ബാധിക്കില്ല. ചിലപ്പോൾ ആ ഭാഗം മാത്രമേ തളർന്നു പോകുള്ളൂ. ചില ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ ഹോൾ ബോഡീനെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എന്ന് വെച്ചാൽ അവൈലബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ ഫിസിയോതെറാപ്പി മാത്രമാണ്. അത് എത്രത്തോളം സക്സസ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഇങ്ങനെ വരുന്ന ഡിഫിക്കൽട്ടീസ്, നമുക്കൊരു ഭാഗം തളർന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് വരുന്ന ഡിഫിക്കൽട്ടീസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റൂല. അതേപോലെ തന്നെ പോളിയോന്റെ ഫസ്റ്റ് ഡോസ് അല്ലെങ്കിൽ ഫസ്റ്റ് വാക്സിൻ നമ്മള് BCG കുട്ടികൾക്ക് എടുക്കാറുണ്ടല്ലോ. ജനിച്ച ഉടനെ തന്നെ BCG വാക്സിൻ എടുക്കൂലേ, നമ്മുടെ കൈന്റെ ഷോൾഡറിൽ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. കൈന്റെ ഷോൾഡറിൽ ഒരു പാട്, BCGയുടെ ആ ഒരു പാടുണ്ടല്ലോ, ആ ഒരു വാക്സിൻ എടുക്കണം. അതേ ടൈമില് തന്നെ OPVയുടെ ചില ഓറൽ പോളിയോ വാക്സിൻ വായിൽ കൂടി തുള്ളി മരുന്ന് കൊടുക്കും. ഓറൽ പോളിയോ വാക്സിന്റെ 0 ഡോസ് ആദ്യം തന്നെ കൊടുക്കും കുട്ടി ജനിച്ച ഉടനെ. ജനിച്ച 1-2 ദിവസം വൈകരുത്. അതിനുടനെ തന്നെ നമ്മൾ എന്തെടുക്കും, ഓറൽ പോളിയോ വാക്സിൻസ് കൊടുക്കും. ദെൻ 6th വീക്ക് ആവുമ്പോ OPV1 കൊടുക്കും. ഓറൽ പോളിയോ വാക്സിൻ 1 കൊടുക്കും. ദെൻ 10th വീക്കില് ഓറൽ പോളിയോ വാക്സിൻ 2, ദെൻ IPV കൊടുക്കും, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. പിന്നെ 2 വയസ്സിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് വാക്സിന്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കും അടുത്ത ചാപ്റ്ററിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ വാക്സിൻസ് ഓരോ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററുകളായിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് നോക്കാം, കൂടുതലായിട്ട് നോക്കാട്ടെ. പോളിയോ എന്താണെന്ന് നോക്കാവേ. ഇത് കോസ്ഡ് ബൈ എ വൈറസ്. പോളിയോ വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത്. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോ ബൈ ദ വീക്ക്നെസ് ഓഫ് ലിംസ്. അതിന് തന്നെ ഫസ്റ്റ് സൈൻ ആയിട്ട് വരുന്നത് ഫീവർ ആണ്. പിന്നെ നമ്മുടെ പേശിയിലെ ബലക്കുറവ് നമുക്കത് ഫീൽ ചെയ്യും. സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ബോഡി മൊത്തമായിട്ട് എന്ത് ചെയ്യും, പാരലൈസ് സംഭവിക്കും. ചില സമയത്ത് എങ്ങനെയാണ്, അത് പാർഷ്യലി ആയിരിക്കും പാരലൈസ് ആവുന്നത്. ദിസ് ട്രീറ്റ്മെന്റ് അതിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഫിസിയോതെറാപ്പി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദ ഡിഫക്ട് മേ ബി പെർമനന്റ്. ഇങ്ങനെ വരുന്ന ഡിഫക്ട്, പോളിയോ ബാധിച്ച് വരുന്ന ഡിഫക്ട്സ് എങ്ങനെയായിരിക്കും, പെർമനന്റ് ആയിരിക്കും. നമ്മളുടെയൊക്കെ പാരന്റ്സിനോടൊന്നും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പോളിയോനെ അസുഖമോ അല്ലെങ്കിൽ വന്ന് ബാധിച്ച ആൾക്കാരെ കുറിച്ചോ അറിവുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോളിയോനെ കുറിച്ചൊക്കെ അവർ പറയും. കാരണം അവരുടെയൊക്കെ ആ ഒരു ഏജിൽ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പോളിയോ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്തിട്ടുണ്ടാവണം, റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് പെർമനന്റ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ബോഡിക്ക് പെർമനന്റ് ആയിട്ട് ഡിസബിലിറ്റി വരുത്താനായിട്ട് ശേഷിയുള്ള വൈറസ് ആണ് ഏത് പോളിയോ വൈറസ് എന്ന് പറയുന്നത്. നോക്കാം കേട്ടോ. ഈ കാലിന്റെ എന്താ പറയാ, കാലിന് ഈ വളവ് എനിക്ക് വേണ്ട. ഇതൊക്കെയാണ് ഇത് പെർമനന്റ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അത് ജീവിതകാലം മുഴുവനും ആ കുട്ടിക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഈ അസുഖം തന്നെ കേട്ടോ. ഓക്കെ, പോളിയോനെ കുറിച്ച് മനസ്സിലായോ? പോളിയോ എന്ന് പറയുന്ന വൈറസ് ആണ്. അത് കോസ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഫീവർ ആണ്. പിന്നെ നമ്മുടെ പേശിക്ക് ബലക്കുറവ്, പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബോഡി പാരലൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോ ഹോൾ ബോഡി ആയിരിക്കും പാരലൈസ് ആയി പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആയിട്ടുള്ള പാരലൈസ് ആവാനുള്ള ചാൻസ് ആണ്. നോട്ട് എഴുതാൻ വേണ്ടിട്ടായിരുന്നു, നോക്കി പറഞ്ഞു. എന്താണ് നോട്ട് എഴുതാൻ വേണ്ടിട്ടായിരുന്നു, ഷോർട്ട് നോട്ട്. അപ്പൊ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു. എടാ മോനെ, ഒന്നാമത് 3 ലൈനേ ഇതിലുള്ളൂ. ഈ 3 ലൈൻ വെച്ചാൽ ഭയങ്കര ഷോർട്ട് ആണ് നോട്ട്. ഇത് തന്നെ പോരെ? അല്ലെങ്കിൽ മോന് ലെക്ചർ നോട്ട് എഴുതിയെടുത്തോ. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടിട്ടായിരുന്നു. ഏത് ലൈനാ വേണ്ടത്?
ലൈൻ എല്ലാം നമുക്ക് പറയണ കുറച്ച് സ്പീഡ് കുറച്ച് പറയുമല്ലോ ചോദിക്കുന്നു. ഓക്കെ ഓക്കെ, സ്പീഡ് കുറച്ച് പറയണോ? ജസ്റ്റ് 3-ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പെട്ടെന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമ്മുടെ എന്താ പറഞ്ഞത്, വൈറസ് വഴി വരുന്ന അസുഖമാണെന്ന് പറഞ്ഞു, അത് എഴുതിയോ? ഓക്കെ, ഫസ്റ്റ് സൈൻ എന്താണ്? ഫീവർ ആണെന്ന് എഴുതി അല്ലെ? പിന്നെ നമ്മുടെ വീക്ക്നെസ് ഓഫ് ലിംസ് വരാനുള്ള, പേശി ബലക്കുറവ്, ബലഹീനത വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എഴുതി. നമ്മുടെ ബോഡി പാരലൈസ് ആവാം, ഹോൾ ബോഡി ചിലപ്പോൾ പാരലൈസ് ആവും, അല്ലെങ്കിൽ പാർഷ്യലി പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എഴുതി. ആകെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്? ഫിസിയോതെറാപ്പി മാത്രമാണ്. ദെൻ ഡിഫക്ട്സ് മേ ബി പെർമനന്റ്, നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള ഡിഫക്ട്സ് ആയിരിക്കും. ഇനി എഴുതാത്തതായിരിക്കും വാക്സിന്റെ കാര്യമായിരിക്കും. നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്, 100% എന്താണ് സേഫ്റ്റി തരുന്ന വാക്സിൻസ് ആണ് അവൈലബിൾ. ഇതിന്റെ മെഡിസിൻസ് അവൈലബിൾ അല്ല, പോളിയോന് മെഡിസിൻസ് അവൈലബിൾ അല്ല, നമുക്ക് ആകെയുള്ളത് എന്താണ്? വാക്സിൻസ് മാത്രമാണ്. അപ്പൊ OPV എന്ന് പറയുന്നത് 2 ടൈപ്പ് വാക്സിൻസ് ആണ്, 2 ടൈപ്പ് വാക്സിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. OPV, ഓറൽ പോളിയോ വാക്സിൻ, നമുക്ക് തുള്ളിമരുന്നായിട്ട് വായിൽ കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. IPV എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോന്റെ വൈറസിനെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കും? ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ ബോഡിയിൽ കയറുമ്പോ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോ വാക്സിൻ ആണ്, അതിനനുസരിച്ച് ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ തന്നെ അവർ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്തോളും. അങ്ങനെ അതിന് പോളിയോന്റെ വൈറസ് വല്ലതും നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ആന്റിബോഡീസ് പോയിട്ട് അതിനെ എന്ത് ചെയ്തോളും? അറ്റാക്ക് ചെയ്തോളും. ഇനാക്റ്റീവ് പോളിയോ വാക്സിൻസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഹരിദാസ് ഹരി, അത് ആരാണ്? ഏതെങ്കിലും കുട്ടികളുടെ പേരാണത്? ആ കുട്ടിയുടെ പേരെന്താണ്? എനിക്ക് അറിഞ്ഞൂടാ, ബോയ്സ് ആരെങ്കിലും ഉണ്ടാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നമ്മുടെ മോൺസോറിയില് നിക്കിതാണ് പേര്, ഹസ്ബൻഡിന്റെ പേരാണ് ഹരിദാസ്. ഓക്കെ, മോന്റെ പേരെന്താണ്? അൻകിത. നിക്കിത. ക്ലിയർ ആയില്ലടാ. നിക്കിത നിക്കിത തൃശ്ശൂരിൽ നിന്നാണ്. നിക്കിത. ഓക്കെ, ബോയ്സ് മനുഷ്യന്റെ പേരായതുകൊണ്ട് ചോദിച്ചാണ്, കാരണം ഉണ്ടോന്ന് അറിഞ്ഞൂടാലോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ മോൺസോറിയില്, അതുകൊണ്ടാ. അവിടെ ബാച്ചുകളൊന്നും ഇല്ല. ഞാനേ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു, അത് കാരണം കുറച്ച് ക്ലാസ് 4 ദിവസത്തെ ക്ലാസ് പെൻഡിങ് ഉണ്ട്. അപ്പൊ ഞാനത് റെക്കോർഡ് കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് പോളിയോനെ കുറിച്ചാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ ഒരു 3 പേര് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവേണ്ട. സപ്ന, അപ്പൊ ഏരിയൊക്കെ മാറ്റി വെച്ച് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ പോളിയോനെ കുറിച്ച് മനസ്സിലായിരുന്നു? ഞാൻ പറയട്ടെ മിസ്സേ? പറഞ്ഞോടാ. പോളിയോ, എന്റെ പേര് ഫാത്തിമ സയാണ്. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വരുന്നത്. പിന്നെ ഇതിന് 5 വർഷത്തിലൊരിക്കൽ ഒരു വാക്സിന് കൊടുക്കുന്നുണ്ട്, അല്ല വർഷത്തിലൊരിക്കൽ കേട്ടോ, ഒരു വാക്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മെഡിസിൻസ് അവൈലബിൾ അല്ല, ഇതിന് വാക്സിന് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് എടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ജനിച്ച് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കും. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇത് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറസ് വഴിയാണ് ഇത് വരുന്നത്. ഫീവർ ആണ് ആദ്യം വരുന്നത്, സൈൻ എന്ന് പറയുന്നത് ഫീവർ ആണ്. പിന്നെ ഇത് പേശി ബലഹീനത ആണ് വരുന്നുണ്ട്. പിന്നെ ഇത് ടോട്ടലി ബോഡി പാരലൈസ്ഡ് ആവും, അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് പാരലൈസ്ഡ് ആവും. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ്. ഇത് പെർമനന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കേടാ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. പെർമനന്റ് ഡിഫക്റ്റ് ആണ് പോളിയോന് വന്ന എന്തെങ്കിലും നമ്മുടെ എന്താ പറയാ പാരലൈസ് ആയിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ആണ്. അത് നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ പോലത്തെ രീതിയിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രമാണ്. പിന്നെ മെഡിസിൻസ് ഒന്നും അവൈലബിൾ അല്ല. പോളിയോ വന്ന അസുഖത്തിന് മെഡിസിൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഒരു പേര് നിന്നാണ് സപ്ന അല്ലേ?
ഷബാന. ഷബാന. ഓക്കെ, ഷബാന ട്ടാ, പറഞ്ഞോടാ. ഇത് വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. ഇതിനെ പിള്ളവാതം എന്നും പറയും, പോളിയോ എന്നുള്ളത്. ഇതിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഫീവർ ആണ്. അതിന്റെ ഈ ഫീവറോട് കൂടി തന്നെ ഫോളോ ചെയ്ത് ഇന്ന് നമ്മുടെ പേശികൾക്ക് ഒരു ബലഹീനത ഉണ്ടായിട്ട് തുടങ്ങും. ഇതിന് മെഡിസിൻസ് ഒന്നും അവൈലബിൾ അല്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ നമ്മുടെ വാക്സിന് കൊടുക്കുന്നത്. LPV, IPV ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിനുമായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നുമില്ല. ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ്. ഓക്കെ മാം. പറഞ്ഞോട്ടാ, നന്നായിട്ട് പറഞ്ഞോട്ടാടാ, മ്യൂട്ടായിരുന്നു പറഞ്ഞത്. ഓക്കെ, താങ്ക് യു മാം. കീർത്തി. ഞാൻ പറയാം. ഓക്കെ, ജാസ്മി പറഞ്ഞോ. അംഗനവാടി വഴിയാണ് പോളിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പിള്ളവാതം എന്നും പറയുന്നുണ്ട്. കൈകാലുകൾ തളർന്നു പോകുന്ന അതാണ് അതിന്റെ ഒരു പോളിയോ വഴി വരുന്നത്. മെഡിസിൻ അവൈലബിൾ അല്ലാത്ത ഒരു അസുഖമാണത്. വരാതിരിക്കാൻ വാക്സിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു പോംവഴി. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നില്ലാത്തൊരു അസുഖമാണ് പോളിയോ. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വാക്സിന് കൊടുക്കുന്നത്. പിന്നെ ഫിസിയോതെറാപ്പി മാത്രമാണ് പെർമനന്റ് ആയുള്ള അസുഖമാണ്. ഇനി അത് വന്നു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി മാത്രമാണ് അതിനൊരു ട്രീറ്റ്മെന്റ് ഉള്ളത്. പോളിയോ ഒരു വൈറസ് വരുത്തുന്ന ഒരു അസുഖമാണ്. പിന്നെ ഫീവർ ആണ് അതിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. പേശിയിലുള്ള ബലക്കുറവ്, അങ്ങനെ കാര്യങ്ങളാണല്ലോ വരുന്നത്. ഓക്കേടാ. ഇനി ആരാ പറയണ എക്സ്പ്ലെയിൻ ചെയ്യണ പോളിയോനെ കുറിച്ച്? ഇത് ഡൗട്ട് ഉണ്ടെന്ന് പറയാൻ പാടില്ല പോളിയോനെ കുറിച്ച്. ഞാൻ പറയാം മിസ്. പേര് നിന്നാ? കുഞ്ഞാമി. ഹലോ. ഓക്കെ, പറഞ്ഞോടാ. പോളിയോ വൈറസ് വഴി വരുന്ന അസുഖമാണിത്. ഇതിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഫീവർ ആണ്. പേശിയുടെ ബലക്കുറവാണ് ഫസ്റ്റ് ഉണ്ടാവുക. അതേപോലെ ഹോൾ ബോഡി പാരലൈസ് ആകും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ്. വേറെ ഒരു മെഡിക്കൽ ഇവിടെ ഇതിനൊരു അവൈലബിൾ അല്ല. ഇറ്റ് ഡിഫക്റ്റ് പെർമനന്റ്. ഇത് ലൈഫ് മൊത്തം ബാധിക്കും അല്ലേ? ലൈഫ് ലോങ് നമുക്ക് ഈ പറഞ്ഞ ഡിഫക്റ്റ് നമ്മുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. ശരിയാണ്. ഇനി ആരാ എക്സ്പ്ലെയിൻ പറയണത്? അവർക്ക് മനസ്സിലായ കാര്യം പോളിയോനെ കുറിച്ച്? പോളിയോയുടെ വേറൊരു പേരാണ് പിള്ളവാതം. പിന്നെ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി ആണ്. മെഡിസിൻസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. ഇത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫീവർ ആണ്. പിന്നെ ഇതിന് ലിംസിനൊക്കെ വീക്ക്നെസ് ഉണ്ടാവുന്നു. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഫിസിയോതെറാപ്പി മാത്രമാണ്. ഇത് പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അസുഖമാണ്. താങ്ക് യു മിസ്സേ. ഓക്കേടാ, നന്നായിട്ട് പറഞ്ഞോട്ടോ. കുറച്ച് ബോൾഡ് ഒക്കെ ആയിട്ട് നല്ല സൗണ്ടില് ക്ലിയർ ആയിട്ട് പറഞ്ഞു. മിസ്സേ, ആ വാക്സിനെ പറ്റി ഒന്ന് പറഞ്ഞുതരുമോ? 2 തരം വാക്സിൻ ആണല്ലോ അത് പറഞ്ഞില്ലേ? അവർക്ക് എന്താ പറയാ, പോളിയോന് അവൈലബിൾ ആയിട്ടുള്ളത് 2 ടൈപ്പ് വാക്സിൻസ് ആണ്. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യണോണ്ടൊന്നും തോന്നരുത്, ഞാൻ വാക്സിന്റെ ചാപ്റ്ററിലേക്ക് പോണേണ്. ഓക്കെ, നമുക്ക് പോളിയോന് 2 ടൈപ്പ് വാക്സിൻസ് ആണ് അവൈലബിൾ എന്ന് പറഞ്ഞല്ല. അതില് OPV ഉണ്ട്, IPV ഉണ്ട്. അതിൽ ഉണ്ടാന്ന് നോക്കട്ടെ, എഴുതിയിട്ടെങ്ങാനും ഉണ്ടാന്ന് നോക്കട്ടെ. ഇല്ല, പോളിയോന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നെറ്റ്വർക്ക് polio vaccine is given along with the DPT dose followed by 2 booster and 1 at 1.5 years and second at 4.5 years. 4.5. ഇതില് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഞാൻ പറയാം, 2 ടൈപ്പ് വാക്സിൻസ് ആണ് പോളിയോന് അവൈലബിൾ ആയിട്ടുള്ളത്. OPV നമ്മൾ കാണുന്ന തുള്ളിമരുന്ന്, ഇപ്പൊ പറഞ്ഞല്ലോ അംഗനവാടി വഴിയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണ തുള്ളിമരുന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? OPV എന്ന് പറയുന്നത്. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. എന്താണ് ഓറൽ പോളിയോ വാക്സിൻ? എഴുതിയെടുക്കണവരെ എഴുതിയെടുത്തോ കേട്ടോ. ഓറൽ പോളിയോ വാക്സിൻ.
ഇനി അടുത്തതാണ് IPV എന്ന് പറയും. ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാൽ തുള്ളിമരുന്നിന്റെ രീതിയിലാണ് കൊടുക്കുന്നത്. ആദ്യം നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ജനിച്ച ഉടനെ BCG കുത്തിവയ്പ്പ് എടുക്കാറുണ്ടല്ലോ, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഈ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ വാക്സിൻ എന്ന് പറഞ്ഞാൽ IPV ആണ്, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. എന്താണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻസ്? രണ്ടാമത്തെ എന്തായിരുന്നു വാക്സിൻ? ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആടാ, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. ഇനാക്റ്റീവ് IPV എന്ന് പറയൂ കേട്ടോ, IPV എന്നാണ് ആ വാക്സിനെ പറയുന്ന പേര്, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ട്ടാ. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടൈം ടു ടൈം നമ്മുടെ ഷെഡ്യൂൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് നമ്മൾ ഈ വാക്സിൻസ് കൊടുക്കുന്ന ഷെഡ്യൂളുകൾ ടൈമിനും പീരീഡ് മാറുന്നുണ്ട്. നോക്കാം കേട്ടോ. ഞാനിപ്പോ ഈ കാണിക്കുന്ന ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ചിൽഡ്രൻ ആൻഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറഞ്ഞ ഒരു ഷെഡ്യൂൾ കാണുന്നുണ്ടല്ലോ. ഇതില് TT ഒക്കെയാണ് ആദ്യം നമുക്ക് കൊടുക്കുന്നത്. TT1, 2 പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് കൊടുക്കണേണ്. TT1 നമ്മ ഫസ്റ്റ് ഡോസ് കൊടുക്കും, ഏർലി പ്രഗ്നൻസി 3 മാസമുള്ളപ്പോഴാണ് കൊടുക്കുന്നത്. ദെൻ TT2 എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് 4 വീക്സ് ആഫ്റ്റർ 4 വീക്സ് 5-ാം മാസത്തിൽ കൊടുക്കും. പിന്നെ TT ബൂസ്റ്റർ ഡോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില സമയത്ത് പ്രഗ്നൻസി വിത്തിൻ 3 ഇയേഴ്സിലൊക്കെ വരും അല്ലെ, 3 വർഷത്തിനുള്ളിൽ അടുത്ത പ്രഗ്നന്റ് ആവുന്ന വുമൻസിന് കൊടുക്കണ ഡോസ് ആണ് TT ബൂസ്റ്റർ ഡോസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഫോർ ഇൻഫന്റിന്റെ കാര്യമാണ്, കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻസിന്റെ കാര്യമാണ് പറയണത്. ഫസ്റ്റ് BCG വാക്സിൻ ആണ് പ്രൊവൈഡ് ചെയ്യണത് അറ്റ് ബർത്ത്. ജനിച്ച ഉടനെ തന്നെ നമുക്ക് കൊടുക്കണമെങ്കിൽ ആസ് ഏർലിയർ ആസ് പോസിബിൾ ടിൽ 1 ഇയർ ഏജ്. ഇപ്പൊ ആദ്യം പറയുമ്പോ ജനിച്ച ഉടനെ തന്നെ കമ്പൽസറി കൊടുക്കണം എന്ന് പറയുമായിരുന്നു. ഇപ്പൊ BCG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കൊടുക്കണ്ട, ഇപ്പൊ കൊടുക്കണ്ട, 1 വർഷത്തിനുള്ളിൽ എടുത്താൽ മതി. പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് B ബർത്ത് ഡോസ് എന്ന് പറയും. ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന B കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസിന്റെ വേറെ പേരാണ് ജോണ്ടൈസ്, മഞ്ഞപ്പിത്തം. അറ്റ് ബർത്ത് ആണ്, ആസ് ഏർലിയർ ജനിച്ച ഉടനെ കൊടുക്കുക, അല്ലെങ്കിൽ എത്ര 24 അവേഴ്സിനുള്ളിൽ എന്ത് കൊടുക്കുക, ഹെപ്പറ്റൈറ്റിസ് B കൊടുക്കാം. ദെൻ OPV 0 ഡോസ് കണ്ടോ, OPV 0 ഡോസ് അറ്റ് ബർത്ത് or as early as possible within first 15 days. എന്നുവെച്ചാൽ OPV ഫസ്റ്റ് ഡോസ് ജനിച്ച ഉടനെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുക്കുക, OPV ഫസ്റ്റ് 0 ഡോസ് കൊടുക്കുക. ഈ OPVയുടെ ഫുൾ ഫോം ആണ് ഓറൽ പോളിയോ വാക്സിൻ. എഴുതി വെച്ചോ, ഓറൽ പോളിയോ വാക്സിൻ, ORAL പോളിയോ വാക്സിൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കുന്ന വാക്സിൻസ് ആണ് ഓറൽ പോളിയോ വാക്സിൻ 1, 2, 3. അതില് അറ്റ് 6 വീക്കിൽ കൊടുക്കണം 1 എന്ന് പറയുന്ന ഡോസ്. അടുത്ത ഡോസ് എന്ന് പറയുന്നത് 10 വീക്സിൽ കൊടുക്കണം. ദെൻ 14 വീക്സിൽ 3rd ഡോസ് കൊടുക്കണം. അതേപോലെ തന്നെ അത് കൂടാണ്ട് OPV ക്യാൻ ബി ഗിവൺ ടിൽ 5 ഇയേഴ്സ് ഓഫ് ഏജ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തുള്ളിമരുന്നിന്റെ രൂപത്തിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കാറുണ്ട്. ഇതിൽ IPVയുടെ കാര്യം പറഞ്ഞിട്ടില്ല. എന്താണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിന്റെ കാര്യം നമ്മുടെ ഷെഡ്യൂളിൽ ഇട്ടില്ല. കുറച്ച് വാക്സിൻസ് ഓരോ ടൈം അനുസരിച്ച് ഗവൺമെന്റ് മാറ്റം വരുത്താറുണ്ട്. ഇപ്പൊ മെലൈസിനൊക്കെ വാക്സിൻസ് ഇപ്പൊ MR, MMR അങ്ങനെ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ക്ലാസ് എടുക്കുമ്പോ ആ ടൈമിൽ പറഞ്ഞാൽ പോരെ. ക്ലിയർ ആണോ ഓറൽ പോളിയോ വാക്സിന്റെ കാര്യം? ക്ലിയർ ആണ് മിസ്, ക്ലിയർ ആണ്. ഓക്കേടാ. അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയത് പോളിയോനെ കുറിച്ചാണ് കേട്ടോ. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ച് ക്ലിയർ ആണ്. അതിന് വാക്സിൻ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടി പോളിയോന്റെ വാക്സിൻ എടുക്കാൻ മടി കാണില്ലേ? ഭൂരിഭാഗം ആൾക്കാർ കാണിക്കാറുണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഓറൽ പോളിയോ വാക്സിൻസ് എടുക്കാനായിട്ട് മടി കാണിക്കും. കാരണം ഈ ചിലവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിയോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വന്നു, അംഗവൈകല്യം വന്നു എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ എന്തെടുക്കില്ല, വാക്സിൻസ് എടുക്കൂല. അപ്പൊ അത് ശരിക്കും പറഞ്ഞ തെറ്റായ ധാരണയാണ്. ആ സമയത്ത് ഇപ്പൊ പോളിയോന്റെ വാക്സിൻ എടുത്തപ്പോ ആ കുട്ടിക്ക് വല്ല പനി ഉണ്ടെങ്കിൽ, പനിയോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് 100% സേഫ് ആണ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്ന നല്ല സേഫ് ആയിട്ടുള്ള വാക്സിൻസ് ആണ് എന്ത് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ലോങ് ഡേറ്റ് ഇവിടെ പോളിയോ വാക്സിന്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ.
നോക്കിക്കോ. അപ്പൊ എന്താണ്, അത് സേഫ് ആയിട്ടുള്ള വാക്സിൻ ആണ്. അപ്പൊ വാക്സിൻസ് എടുക്കാത്തവരെ നമ്മൾ എന്ത് പറഞ്ഞെടുപ്പിക്കുക, കുറച്ച് ചില ഏരിയയിലൊന്നും പോളിയോന്റെ വാക്സിൻസ് എടുക്കൂല ചിലവര്. എന്ന് വെച്ചാൽ ചിലപ്പോ അവർ തെറ്റിദ്ധാരണയായിരിക്കും, പോളിയോന്റെ വാക്സിൻ എടുത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കും, പോളിയോ അസുഖം വരും എന്ന് വിചാരിച്ചിട്ടൊക്കെ എടുക്കാത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പോളിയോ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ആ കുട്ടിക്ക് പനിയുണ്ട്, പോളിയോയിൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ഒക്കെ എടുക്കുമ്പോ ചില പനിയൊക്കെ ഉണ്ടാവും നോക്കിയിട്ട് വേണം, പനിയൊക്കെ ഉണ്ടാവും നോക്കിയിട്ടായിരിക്കും ഡോക്ടർ എന്തായാലും പോളിയോ വാക്സിൻ കൊടുക്കുള്ളൂ. പനി ഉണ്ടെങ്കിൽ മാക്സിമം കൊടുക്കണ്ടെന്നെ പറയുള്ളൂ. കാരണം ഒരു പ്രാവശ്യം മോന് പോളിയോന്റെ തുള്ളി മരുന്ന് കൊടുക്കണം, നോർമൽ പോളിയോ വാക്സിൻ. അപ്പൊ ഞാൻ അവിടെ സിസ്റ്ററിനോട് ചോദിച്ചു, വാക്സിൻ എടുക്കുന്ന സമയത്തല്ല കേട്ടോ, നമ്മളിങ്ങനെ പോളിയോ ഡേ ആയിട്ട് നടത്തുമല്ലോ ഒരു ദിവസം, പോളിയോ അന്ന് ഞാൻ ചോദിച്ചു അവിടെ അങ്ങനെ വളരെ ടീച്ചറിനോട് ചോദിച്ചു, മോന് പനിയുണ്ട് അപ്പൊ നമുക്ക് വാക്സിൻ എടുക്കണോ ചോദിച്ചപ്പോ വേണ്ട, പനി ഉണ്ടെങ്കിൽ എടുക്കണ്ട. അതേപോലെ തന്നെ ഇവർക്ക് ഓൾറെഡി ആ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഓറൽ പോളിയോ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്ര നിർബന്ധമായിട്ട് പറഞ്ഞില്ല വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞില്ല, കാരണം വേണ്ടാന്നാ പറഞ്ഞത്. പനി ഉള്ളതുകൊണ്ട് സൈഡ് എഫക്ട് എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അത് വേണ്ട എന്നാ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം എന്തെടുക്കാം, പോളിയോന്റെ വാക്സിൻ എടുക്കാനായിട്ട് തന്നെ നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ പോളിയോ? തുള്ളിമരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അത് ഞാൻ അന്ന് ചോദിച്ചപ്പോ എന്നോട് സിസ്റ്റർ പറഞ്ഞത് വേണ്ടാന്നാ പറഞ്ഞത്. ചിലപ്പോ എന്റെ മോന് നല്ല പനിയായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നോക്കാട്ടാ. ഇനി ഡിസെൻട്രി ആണ് അല്ലെങ്കിൽ ഡൈസെൻട്രി എന്ന് പറയും. ഡിസെൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലൂസ് മോഷൻ ആണ്. നമുക്ക് അബ്നോർമൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് കൂടെ നമ്മുടെ വയറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ എടുത്ത് പറയുന്നത് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ. ഡിസെൻട്രി ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ വിചാരിക്കും നമ്മൾ. ലൂസ് മോഷൻ ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങളൊക്കെ ചോദിക്കും. ഇത്ര കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് ഇൻ ചിൽഡ്രൻസിൽ പറയുന്ന ഒരു അസുഖമാണോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ അസുഖം വന്നവർക്ക് അല്ലെങ്കിൽ ലൂസ് മോഷൻ വന്നവർക്ക് നമുക്ക് മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് വീക്ക് ആവും, നമ്മുടെ ബോഡി ഫുള്ളായിട്ട് തളർന്നു പോകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അനങ്ങാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റാത്ത, മൂവ് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് ഈ അസുഖം നമ്മൾ കൊണ്ടുവന്നെത്തിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസെൻട്രി വന്നൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് വാട്ടർ കൂടുതലായിട്ട് ലൂസ് ആയിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് അല്ല, എന്താ പറയാ, ഹൈഡ്രൈസേഷൻ ഡീഹൈഡ്രേഷൻ വന്നിട്ട് നിർജ്ജലീകരണം വന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് മാക്സിമം വെള്ളവും എന്ത് ചെയ്യണം പൊക്കോണ്ടിരിക്കേണ്ട അവസ്ഥയാണ് എന്ത് ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത്. അങ്ങനെ വരുമ്പോ അയാളുടെ ബോഡി ഫുള്ളായിട്ട് വീക്ക് ആവാനും തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് നാൾക്ക് മുമ്പ് കേട്ടോ ഇതേപോലെ വന്നു ലൂസ് മോഷൻ ഛർദിയും വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. കാരണം ആ സമയത്ത് നാക്ക് കുഴഞ്ഞു പോണം, സംസാരിക്കാൻ പറ്റണം, ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, തളർന്നു പോകണം, തലകറക്ക പറ്റി. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖം നമ്മൾ സാധാരണ അസുഖമാണ് എന്ന് വിചാരിച്ചു നിന്നത് പെട്ടെന്ന് അത് കോംപ്ലിക്കേറ്റ് ആവാനും പെട്ടെന്ന് ഞാൻ ഫുള്ളായിട്ട് തളർന്നു പോയിട്ട് എന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അത് കഴിഞ്ഞ് ട്രിപ്പ് ഇട്ട് എന്നിട്ടാണ് ഒരു കുറെ ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇതിന്ന് എന്ത് ചെയ്തത്, ട്രിപ്പ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് കുറച്ചും കൂടി ഞാൻ റിക്കവർ ചെയ്ത് വന്നത്. അപ്പൊ എന്റെ ബോഡിയിലുള്ള വാട്ടർ മൊത്തം ലോസ് ആയി പോയപ്പോഴാണ് എനിക്ക് ഒരു ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ട് പോണ പോലെ തോന്നിയത്. ഈ ഇതിന്റെ പ്രശ്നം വെച്ചാല് ഡിസെൻട്രി എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ലൂസ് മോഷൻ സാധാരണ ലൂസ് മോഷൻ അല്ല, ഇതിന് കുറച്ച് സിംറ്റംസ് കൂടി ഉണ്ടാവും. ഫീവർ ഉണ്ടാവും, നമുക്ക് 103 എബോ ഫീവർ ഉണ്ടാവും, പനിയും ഉണ്ടാവും. നമുക്ക് ഈ ലൂസ് മോഷന്റെ ഒപ്പം നമുക്ക് നല്ല ഫീവർ ഉണ്ടാവും. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ, നമ്മള് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ബ്ലഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്യാനുള്ള ചാൻസ്. നമ്മളിപ്പോ ബാത്റൂമിൽ പോകേണ്ട വെള്ളം കുടിക്കാൻ നമുക്ക് പറ്റില്ല, വെള്ളം കുടിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു, ഛർദ്ദിക്കാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ വരും. അതേപോലെ തന്നെ നിർജ്ജലീകരണത്തിന്റെ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷന്റെ ഒരു സിംറ്റം ആണ് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിൻ പോകൂല, യൂറിൻ ഒട്ടും പോകാത്തൊരവസ്ഥ. കാരണം എന്താണ്, അപ്പൊ നമ്മൾ കൺഫേം ചെയ്തു നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ ചെല്ലാം, മെഡിക്കൽ എയ്ഡ് മെഡിക്കൽ എയ്ഡ് എടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാല് ഇതൊക്കെ സിംറ്റംസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഫീവർ ഉണ്ട്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് എക്സ്ക്രീറ്റിൽ കാണുന്നുണ്ട്, വോമിറ്റിങ് ഛർദി വരുന്നുണ്ട്, അതേപോലെ തന്നെ യൂറിൻ പോവാത്തൊരവസ്ഥ. ഇതൊക്കെ എന്താണ്, അതേപോലെ വയറുവേദന, പിന്നെ എന്താണ് നമ്മുടെ റെസ്പിറേഷൻ ശ്വസിക്കാൻ അതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, കുറച്ചൊരു സ്പീഡായി പോകും. അതേപോലെ തന്നെ
എന്താണ് ലൂസ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് മെയിൻ ആയിട്ട് എടുക്കേണ്ടതാണ് ORS വെള്ളം 1 ലിറ്റർ വെള്ളത്തിൽ ORSന്റെ ഒരു പാക്കറ്റ് 20 ml ORSന്റെ പാക്കറ്റ് പൊട്ടിച്ച് അതെന്താ കലക്കി നമ്മൾ മാക്സിമം അത് എന്ത് ചെയ്യാൻ നോക്കുക, കുടിക്കാനായിട്ട് നോക്കുക. ദെൻ റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും വാട്ടർ, കോക്കനട്ട് വാട്ടർ, കരിക്കും വെള്ളം ഒക്കെ കുടിക്കൂലേ, അതൊക്കെ കുടിക്കണം. എന്താണ് നമുക്ക് കുറച്ചും കൂടി എന്ത് കിട്ടും, ആരോഗ്യം കിട്ടും. ഈ കരിക്ക് വാട്ടർ ഒക്കെ കുടിക്കണം നല്ലതായിരിക്കും. കാരണം അതിൽ അത്യാവശ്യം കൂടുതൽ പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആരോഗ്യം കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കേടാ. ഡിസെൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയണത്, ലൂസ് മോഷൻ തന്നെയാണ് പറയണത്. ഇനി നമുക്ക് നോക്കാട്ടെ പോർഷനിലേക്ക്. This is the disease in which loose and abnormal motions are passed. നമുക്ക് ലൂസ് ആയിട്ടും അബ്നോർമൽ ആയിട്ടുള്ള മോഷൻസ് കണ്ടിന്യൂ ആയിട്ട് വരുന്ന ആ ഒരു അസുഖമാണ് എന്ത് ലൂസ് മോഷൻ എന്ന് പറയുന്നത്. പെയിൻ ഇൻ ദ സ്റ്റൊമക് ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ബൈ ലൂസ് മോഷൻസ്. അപ്പൊ നമുക്ക് ലൂസ് മോഷൻ വരുമ്പോൾ നമ്മുടെ വയറിന് നല്ല വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദ മോഷൻ കണ്ടെയ്ൻ ദ പൾസ് ആൻഡ് ദ ബ്ലഡ്. അപ്പൊ ആ ഒരു എന്താ പറയാ പൾസും ബ്ലഡും എന്ന് വെച്ചാല് പഴുപ്പും ബ്ലഡും ഉണ്ടാവുന്നു. ഈ പറഞ്ഞ മോഷനിൽ എന്താവും, പഴുപ്പും ബ്ലഡും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. The patient become very weak due to loss of water from the body. ഈ ലൂസ് മോഷൻ കാരണമല്ല, അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമല്ല. പക്ഷെ നമ്മുടെ ബോഡിയിൽ നിന്ന് അത്രയും വെള്ളം ലോസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി എന്തായിട്ട് തോന്നും, വീക്ക് ആയിട്ട് തോന്നും. The patient should get from it മെഡിക്കൽ എയ്ഡ്. നമുക്ക് ഇങ്ങനെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മെഡിക്കൽ എയ്ഡ് എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്, ഡിസെൻട്രിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമലും അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള മോഷൻസ് ആണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പെയിൻ വരാനുള്ള, സ്റ്റൊമക്കിന് പെയിൻ ഉണ്ടാവും. അതേപോലെ നമ്മുടെ മോഷനിൽ എന്തുണ്ടാവും, പൾസും അതേപോലെ തന്നെ ബ്ലഡും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യന്റ് പെട്ടെന്ന് തന്നെ വീക്ക് ആവും, ഭയങ്കരമായിട്ട് വീക്ക് ആവും. അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് പാർട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രോമിറ്റ് ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകും. അപ്പം കുറച്ചും കൂടി നമ്മളെയൊക്കെ പോലത്തെ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അത് കണ്ട് ബാധിക്കില്ല. പക്ഷെ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത്ര ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത, പ്രോപ്പർ ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത കുട്ടികൾ അത് ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ അസുഖത്തിന്റെ വ്യാപ്തി കൊണ്ടല്ല ഇത് വരുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം എന്താ പറയാ നിർജ്ജലീകരണം നടന്നിട്ടാണ് ഈ അസുഖം എന്ത് ചെയ്യണത്, അല്ല നിർജ്ജലീകരണം നടന്നിട്ടാണ് ഈ അസുഖത്തിന്റെ കോംപ്ലിസിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ വ്യാപ്തി കൂട്ടണത്. ഓക്കെ. ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖത്തിനെ ട്രീറ്റ് ചെയ്യണ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോണിയൽ ഡിസീസ്. എന്ന് വെച്ചാല് എന്താണ് അല്ലടാ, ഗ്യാസ്ട്രോ ഇന്റൻഷ്യൽ ഡിസീസ് എന്ന് വെച്ചാൽ വയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളായിട്ട് അത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു അസുഖം ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിസെൻട്രി എന്ന് പറയുന്നത് ലൂസ് മോഷൻ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിക്കോ, കീർത്തി അല്ലെ. ഇപ്പൊ ഈ വാക്സിനെ കുറിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കീർത്തി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാട്ടെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കീർത്തി. അപ്പൊ ഡിസെൻട്രിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായിരുന്നു ഓരോരുത്തർ പറഞ്ഞോട്ടോ. ആയതുകൊണ്ട് കീർത്തി പറയാം ഡിസെൻട്രിനെ കുറിച്ച് മോൻ എന്താ മനസ്സിലായെന്ന്. ഓക്കെ. ഇതൊരു ഗ്യാസ്ട്രോ ഡിസീസസ് ആണ്. ഇത് വയറിലും കൂടെ ബ്ലഡ് ഇങ്ങനെ പോവും ചെയ്യും. പിന്നെ ലൂസ് മോഷൻ ആയിട്ട് വയറ്, സ്റ്റൊമക്ക് നല്ലോണം പെയിൻ ആയിട്ട് വരും. അത്രേ ഉള്ളൂ സാർ. ഞാൻ പറയാം, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ഇരുന്ന് ജാസ്മി പറഞ്ഞു കൊടുത്തേ. ഡിസെൻട്രി ഡിസീസ് പറഞ്ഞത് ഗ്യാസ്ട്രോണിയൽ ഇന്റർനാഷണൽ ഡിസീസ് ആണ്. അബ്നോർമൽ ആയിട്ടുള്ള ലൂസ് മോഷൻ ആണ് പാസ് ചെയ്യുന്നത്. ശരീരം മുഴുവൻ വീക്ക് ആവാനും തളർന്നു പോകാനും ചാൻസ് ഉണ്ട്. ബോഡിയിലെ മുഴുവൻ വാട്ടർ ഇല്ലാതാവുമ്പോൾ അധികമായിട്ട് ശരീരം തളർന്നു പോകുന്നു. ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഫീവർ, വോമിറ്റ് ഒക്കെ ചെയ്യും. അല്ല യൂറിൻ പോകാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ എടുക്കണം. പിന്നെ ഇതിന് തടയാൻ വേണ്ടി ചെയ്യുന്നത് ORS വെള്ളം നല്ലോണം കുടിക്കുക. അതുപോലെ കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം അങ്ങനത്തെയൊക്കെ കഴിക്കുക എന്നാണ്. അപ്പം ആരോഗ്യം വീണ്ടെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇത് വന്നാൽ വയറിന് നല്ല വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
പിന്നെ മോഷൻ പോകുമ്പോൾ പൾസും ബ്ലഡും ഉണ്ടാവുന്നു മോഷനില്. അപ്പൊ ഇങ്ങനെ അസുഖം വന്നു കഴിയുമ്പോ നമ്മള് വീട്ടിൽ കുറച്ച് പൊടിക്കൈയൊക്കെ ആയിട്ടിരിക്കും. എന്താ പറയാ ജാതിക ചുട്ട് അതൊക്കെ കഴിച്ചിരിക്കും. പക്ഷെ അതിലൊന്നും നിൽക്കില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് ഒട്ടും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോവാം. കാരണം നമ്മുടെ ബോഡിയിലെ വാട്ടർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പണിയാണ്. കാരണം ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ തളർച്ച വന്ന് പോകും. പെട്ടെന്ന് നമുക്ക് ബോധക്ഷയമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മെഡിക്കൽ എയ്ഡ് എടുക്കാം. ഷബാന അല്ലെ? ഷബ്ന? അതെ അതെ, ഷബാന. ഷബാന. ഓക്കേടാ, ഞാൻ പേര് വീണ്ടും മറന്നുപോയി, പറഞ്ഞോട്ടോ. ഈ ഡിസെൻട്രി എന്ന് പറയുന്നത് ഒരു ലൂസ് മോഷൻ ഡിസീസ് എന്നാണ് നമ്മൾ പറയാ. ഈ ഡിസീസ് അബ്നോർമൽ മോഷനാണ് നമുക്ക് പാസ് ചെയ്ത് പോണത്. ഇത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ ഒരുപാട് ലോസ് ആയിട്ട് പോയിട്ട് ബോഡി വീക്ക് ആവുകയാണ്. പിന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ഒരു 103 എബോ ആയിട്ട് ഫീവർ ഉണ്ടാവുക, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്യുക, പിന്നെ യൂറിൻ പോവാത്തൊരവസ്ഥ, നല്ല വയറുവേദന, അങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ORS കലക്കിയിട്ട് അത് കുടിക്കുക, അല്ലെങ്കിൽ റൈസ് വാട്ടർ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഒരുപാടായിട്ട് നമുക്കത് നിൽക്കില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കുക. ഓക്കെ മാം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി ആരാണ്? സാന്ദ്ര. ഇനി ഞാൻ പറയാം. മെസ്സേജ് അയക്കണം. സാന്ദ്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്, പറഞ്ഞോട്ടാ സാന്ദ്ര. എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻ തന്നെയാണ്. അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവറും കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിങ്ങും യൂറിൻ പോകാത്ത അവസ്ഥ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് വരിക, അങ്ങനെയൊക്കെയാണ്. ഇതില് ഇത് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും കോക്കനട്ട് വാട്ടറും റൈസ് വാട്ടറും അങ്ങനെയൊക്കെ കുടിക്കാൻ നോക്കുക. എന്നാലും നമ്മൾ ആശുപത്രിയിൽ പോകുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡിസെൻട്രി ആണോ അല്ലെങ്കിൽ ലൂസ് മോഷൻ ആണോ എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പനിക്കണൊക്കെ ഉണ്ടാകുന്ന നോക്കാം. നമുക്ക് പനിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നോക്കാം കേട്ടോ. സാന്ദ്ര കഴിഞ്ഞിട്ട് ആരായിട്ട് പറഞ്ഞ? ശ്രുതി കേട്ടാ. ഓക്കെ മാം. ഡിസെൻട്രി എന്ന് പറയുന്ന ഡിസീസ് വളരെ ലൂസ് ആയിട്ട് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് നമുക്ക് മോഷൻ ഉണ്ടാവുന്നതാണ്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ പോകുമ്പോൾ തന്നെ സ്റ്റൊമക്കിൽ നല്ല പെയിൻ ഉണ്ടാവും. പിന്നെ ലൂസായിട്ട് ആ മോഷനോടൊപ്പം പസ് ആൻഡ് ബ്ലഡ്, പഴുപ്പും ബ്ലഡും ചേർന്നിട്ടായിരിക്കാം മോഷൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഫീവർ ഉണ്ടാവാം, വൊമിറ്റിംഗ് ഉണ്ടാവാം, പിന്നെ യൂറിൻ പോകുന്നതിലുള്ള ആ ഒരു അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ എക്സ്ട്രീം ലെവൽ എത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ഓഫ് വാട്ടർ, അങ്ങനെ ഒരുപാട് വീക്ക്നെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് തേടേണ്ടതാണ്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി ഫാത്തിമ. ഡിസെൻട്രി എന്ന് പറയുന്നത് ലൂസ് മോഷൻ ആണ്, ഓവറായിട്ട് പോകുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാല് ബോഡി മൊത്തമായിട്ട് ക്ഷീണിച്ചു പോകും. കാരണം എന്താ വെച്ചാല് വെള്ളം ബോഡിയിലുള്ള വാട്ടർ ഒരുപാട് പോവാണ് ഇതിൽ കൂടെ. പിന്നെ ഇതിന് ഫീവർ ഉണ്ടാവും. പിന്നെ മോഷൻ പോകുന്ന സമയത്ത് ബ്ലഡും പോവും, പിന്നെ പഴുപ്പും ഒക്കെ ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദി ഉണ്ടാവും, പിന്നെ യൂറിൻ പോവാത്ത അവസ്ഥ ഉണ്ടാവും, പിന്നെ നല്ല വയറുവേദനയും ഉണ്ടാവും. ഇതിനുള്ളത് ചെയ്യാൻ പറ്റുന്നത് ORS കലക്കിയ വെള്ളം കുടിക്കുക, പിന്നെ കരിക്ക് കുടിക്കുക, അതൊക്കെയാണ് ഇതിന് ചെയ്യണത്. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എയ്ഡ് എടുക്കുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, മെഡിക്കൽ എയ്ഡ് എടുക്കാനായിട്ട് നോക്കാം. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാല് അവര് പെട്ടെന്ന് ക്ഷീണിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് എന്താ പറയാ, അവരുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം പോകുന്ന സമയത്ത് അവര് പെട്ടെന്ന് ക്ഷീണിച്ചു പോകില്ല. അവർക്ക് നമ്മള് അത്ര ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് ജീവൻ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികളില് വയറിളക്കമാണ്, അങ്ങനെ എന്തെങ്കിലും അസുഖം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് എന്തെടുക്കാം, മെഡിസിൻസ് എടുക്കാനായിട്ട് നോക്കാം. നമ്മിങ്ങനെ വലിച്ച് പനിയൊക്കെ ആണെങ്കിൽ പാരസ്റ്റമോൾ ഒക്കെ കൊടുത്തിരിക്കാൻ പോലെ കുട്ടികളുടെ ഈ ഒരു അസുഖം ലൂസ് മോഷൻ അധികം എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ട്രീറ്റ്മെന്റിന്റെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്റെ വ്യാപ്തിയല്ല, ഈ നമ്മുടെ ഡീഹൈഡ്രേഷൻ കുട്ടികളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ. ദിയ പറഞ്ഞോടാ. ദിവ്യ ദിവ്യ ദിവ്യ. ഡിസെൻട്രി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വയറിളക്കം അല്ലെങ്കിൽ വയറിളക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടുതലായിട്ടുള്ള ലൂസ് മോഷനും നമ്മളുടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതാണ് ഡിസെൻട്രി ആയിട്ട് മാറുന്നത്. ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്റ്റൊമക് പെയിൻ, പിന്നെ വോമിറ്റിംഗ്, ഇതൊക്കെ വോമിറ്റിംഗ് ഡീഹൈഡ്രേഷന് കാരണമാകുന്നു. ഈ ഡീഹൈഡ്രേഷൻ തടയാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ കുടിച്ചുകൊണ്ട് ഡീഹൈഡ്രേഷൻ തടയാം. ഇത് നമുക്ക് മെഡിക്കൽ എയ്ഡ് എടുത്തിട്ടില്ലെങ്കിൽ ഈ ലൂസ് മോഷൻ എന്നുള്ള ഒരു അവസ്ഥ വിട്ടിട്ട് ഈ ഡിസെൻട്രിയിലേക്ക് എത്തുമ്പോഴേക്കും അത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുകയും അത് നമ്മളുടെ ബോഡീനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുകയും വീക്ക് ആക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് ഗാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് നമ്മൾ ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത്രയും. ഓക്കേടാ. ഇനി ആരാണ്? അനൂപ, അന്ന. ആ പേര് നേരത്തെ ഓക്കെ. പറ. ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ലൂസ് മോഷൻ ആണ്. ഇത് ബോഡി ഫുൾ വീക്ക് ആകും. ഡീഹൈഡ്രേഷൻ വന്നിട്ട് നമ്മുടെ ബോഡി ഫുൾ വീക്ക് ആകും. ഇതിൽ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഫീവറും ബ്ലഡ് ആൻഡ് പസ് ലൂസ് മോഷനിൽ കൂടെ പോകുന്നതും പിന്നെ യൂറിൻ പോവാതെ ഇരിക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിംഗും ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് സ്റ്റൊമക് പെയിൻ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ റെസ്പിറേറ്ററി സ്പീഡ് കൂടുതലായിരിക്കും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ കുറച്ച് ക്ഷീണം മാറാനൊക്കെ നമുക്ക് ORS കുടിക്കാം, റൈസ് വാട്ടർ, കരിക്കിൻ വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാം. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ഗാസ്ട്രോ ഇനീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇത് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് സച്ചുശ്രീ. ഫുൾ നെയിമിക്ക് അറിഞ്ഞോടെ, പേര് പറഞ്ഞിട്ട് പറഞ്ഞോട്ടോ. മിസ്സേ, എന്റെ പേര് സജിത എന്നാണ്. സജിത. ഈ ഡിസീസ് ഡിസെൻട്രി എന്ന് പറയുന്നത് നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ലൂസ് മോഷൻ ആണ്. ഇത് നമുക്ക് സ്റ്റൊമക് പെയിൻ ആണ് കൂടുതലായിട്ടും നമുക്ക് ഉണ്ടാവുന്നത്. ഇതില് പതിവായിട്ട് നമുക്ക് ലൂസായിട്ട് മോഷൻ പോവും, പസ്സും ബ്ലഡും അതിലെ കളർന്ന് പോവോ കാണിക്കും. പിന്നെ ഇത് കൂടുതലായാൽ നമ്മുടെ ബോഡി വളരെ വീക്ക് ആവുകയും വാട്ടറിന്റെ അളവ് ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യം ഒന്നില്ലെങ്കിൽ ORS ലായനി കഴിക്കോ, അല്ലെങ്കിൽ കരിക്ക് വെള്ളം കുടിക്കോ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കോ ഒക്കെ ചെയ്യാം. ഇല്ല എന്നിട്ടും രോഗിക്ക് കൂടുതൽ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് മെഡിക്കൽ എയ്ഡ് എടുക്കുക തന്നെ വേണം. അത് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ഓക്കെ മിസ്. ഓക്കെ. അടുത്ത അസുഖമാണ് ജോണ്ടൈസ്. അറിയോ അതിനെ കുറിച്ച് ആർക്കെങ്കിലും? അതെ, മലയാളത്തിൽ അതിനെ മഞ്ഞപ്പിത്തം എന്ന് പറയും കേട്ടോ. ആർക്കാണ്? റസീന. ആർക്ക് മോനെ വന്നിട്ടുണ്ട് അസുഖം? എനിക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു സിംറ്റംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തവർക്ക്? നല്ലതായിട്ട് ഭയങ്കര പനി, ഫീവർ ഉണ്ടായിരുന്നു. അതേപോലെ കണ്ണിലും നഖത്തിലും ഒക്കെ ഒരു യെല്ലോയിഷ് കളറായിരുന്നു, മഞ്ഞ കളറായിരുന്നു. പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ അതിൽ നമ്മുടെ നോർമലുള്ള അതിനേക്കാളും ഒരു മഞ്ഞ കളറായിരുന്നു. പിന്നെ ഇത് ആ ടൈമിൽ നമ്മൾ ഇത് പടരുന്ന അസുഖം പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഒക്കെയാണ് മാറ്റി നമ്മൾ നിർത്തിക്കൊണ്ടിരുന്നത്. അതെ. പിന്നെ ഇതിനെ ഒരു മറ്റേ പഥ്യം ചെയ്യത്തില്ലേ, പഥ്യം പോലത്തുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇംഗ്ലീഷ് മരുന്നല്ലായിരുന്നു, അല്ലാതുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്. പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, സെപ്പറേറ്റ് നമ്മൾ മാറി നിന്ന് ആ ഒരു രീതിയിലായിരുന്നു, പഴയ രീതിയിലുള്ളതായിരുന്നു. പിന്നെന്താ, നമുക്ക് ഇതിന് വേറെ ഇതൊന്നുമില്ല. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അത് ആ നസ്യം ചെയ്ത ടൈമിൽ തന്നെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അതിന് കഴിഞ്ഞപ്പോഴത്തേനും മാറി. അപ്പം
സാധാരണ ജോണ്ടൈസിന് വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ആണ്, പനിയായിരിക്കും, പിന്നെ വോമിറ്റിങ്, പിന്നെ ഞാൻ ഇത് പറഞ്ഞില്ലേ റസീന, കുട്ടി പറഞ്ഞ പോലെ കണ്ണിന്റെ താഴെ മഞ്ഞ കളറും അതേപോലെ ദേഹത്തുമ്മയൊക്കെ എന്താണ് മഞ്ഞ കളറിൽ എന്ത് വരാനുള്ള ചാൻസ്, കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ കണ്ണിന്റെ താഴെ വരുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത്ര മഞ്ഞല്ല, എന്നാലും ഒരു ലൈറ്റ് ആയിട്ടൊരു യെല്ലോയിഷ് കളർ ആവും. നമ്മൾ സാധാരണ കണ്ണിനേക്കാളും കൂടുതൽ ഒരു ലൈറ്റ് ആയിട്ടൊരു യെല്ലോയിഷ് കളർ വരും. സാധാരണ അതിനേക്കാളും കൂടുതൽ ലൈറ്റ് ആയിട്ട് യെല്ലോയിഷ് കളർ വരാണ്. നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം എന്ത് മഞ്ഞപ്പിത്തമാണെന്ന് കൺഫേം ചെയ്യാം കേട്ടോ. കടല ഇതേപോലത്തെ ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും കണ്ണിൽ വന്നെ കേട്ടോ. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും, ഈസിലി സ്പ്രെഡ് ആവും. ഹ്യൂമൻ ടു ഹ്യൂമൻ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന അസുഖമാണ്. മെയിൻ ആയിട്ട് സ്പ്രെഡ് ആവണെന്ന് പറയുന്നത് എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പെയിൻ ഉണ്ടായിരുന്നു. ഫാത്തിമയ്ക്ക് വന്നിട്ടുണ്ടോ അസുഖം? വന്നിരുന്നു. ഓക്കേടാ, നല്ല എക്സ്പീരിയൻസ് പറഞ്ഞോടാ. അത് കണ്ണിനൊരു മഞ്ഞ കളർ ഉണ്ടാവും, യൂറിനില് നല്ല യെല്ലോയിഷ് കളർ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ഫീവർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ വയറിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പെയിന്, നടക്കുമ്പോഴും കിടക്കുന്ന സമയത്തൊക്കെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജസ്റ്റ് നോക്കിയതാ, അപ്പോഴാണ് ഇതുണ്ട് എന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു നാട്ടുമരുന്ന് എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ കഴിക്കുകയാണെങ്കിൽ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നാളെ ആ സമയം ആവുന്നത് വരെ പിന്നെ വേറെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ജസ്റ്റ് കരിക്ക് വെള്ളം 2 ഗ്ലാസ് മാത്രമേ ആ സമയം ആവുന്നത് വരെ കുടിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റൂല. അങ്ങനെ ആയിരുന്നു അത്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് വേറെ മരുന്നുകളും ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കന് അങ്ങനത്തതൊന്നും കഴിക്കാൻ പറ്റില്ല. ഉപ്പുള്ളതൊന്നും കൂടുതലായിട്ട് കഴിക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് ഫുഡൊക്കെ തരിക, ഞമ്മക്കായിട്ട് ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസ് അങ്ങനത്തതാ, വേറെ ആർക്കും വരാതെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ആ തന്നെയാണ് എല്ലാ ദിവസവും എടുക്കുക, ആ പ്ലേറ്റും ആ ഗ്ലാസും തന്നെ. വേറെ ആരും അതിൽ കഴിക്കുക അങ്ങനത്തതൊന്നും ഉണ്ടാവില്ല. ഇത് ചിലവരുടെ ബ്ലഡില് പിന്നെയും ഇത് കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇത് പൂർണ്ണമായിട്ടും പോകത്തില്ലെന്ന് തോന്നുന്നു അത് ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ചെറിയതായ സമയത്ത് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു, പിന്നെയും വന്നതാണ് അത്. കാരണം ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ചെറിയ അളവില് മഞ്ഞപ്പിത്തത്തിന്റെ എന്തോ ഒരു ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ജോണ്ടൈസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, ടൈം കഴിയാറായിട്ടുണ്ട്. ന്യൂ ബോൺ ബേബീസിൽ വന്നിട്ട് ഇതാണ് മഞ്ഞപ്പ് എന്ന് പറഞ്ഞ അസുഖമാണ് കേട്ടോ. അവരുടെ ബോഡിയില് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറഞ്ഞത് അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് വന്ന ഒരു അസുഖമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സൂര്യ. ഓക്കെ, ഞാൻ ഇങ്ങനെ എടുക്കണില്ല, ടൈം കഴിഞ്ഞു. നിങ്ങളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്റെ ഒരു ഫ്രണ്ടിനെ പഠിച്ച സമയത്ത് അവർക്ക് പനിയായിരുന്നു ആദ്യം പനിയാന്നാ പറഞ്ഞത്. പക്ഷെ പനിയാന്ന് പറഞ്ഞ് 2 ദിവസം ഞങ്ങളിവിടെ ചാലാക്കിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. ചാലാക്ക ഹോസ്പിറ്റലിലാണ് അവൾ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ പനിയാണല്ലോ, ഓക്കെയാണ്, കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു മഞ്ഞപ്പിത്തമാണ്, കുഴപ്പമില്ല, ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ മഞ്ഞപ്പിത്തം വന്നത് ശരിക്കും അത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി. അത് ന്യൂമോണിയ ആയിട്ട് തിരിഞ്ഞു. ന്യൂമോണിയ ആയിട്ട് തിരിഞ്ഞിട്ട് എന്താ പറയാ, അത് ബ്രെയിനൊക്കെ ബാധിച്ച് അധികം ദിവസമൊന്നും ആളുണ്ടായിരുന്നില്ല. പെട്ടെന്നത് അവള് മരണപ്പെട്ടു പോവാ ചെയ്തത്. ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഓടിച്ചാടി കളിച്ച് നടന്ന കൊച്ച് പെട്ടെന്ന് ഇല്ലാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കാണ്. ഒരാഴ്ച അവള് ലീവ് എടുത്തത് ഒരാഴ്ചയാണ്. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ന്യൂസാണ് ഞങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി. ഈ മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ നോക്കാന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നല്ല എന്താ പറയാ, തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക. ഇത് മഞ്ഞപ്പിത്തമുള്ള ഒരാളിലാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈസിലി സ്പ്രെഡിങ് ആണ്. അയാളുടെ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഭക്ഷണം ആ ഒരു വിസർജനം വഴിയൊക്കെ ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കാം.
അപ്പൊ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പൊ നിങ്ങൾക്കൊക്കെ വന്നിട്ട് മാറിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് ഇത് വന്നിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ കുട്ടികളിലൊക്കെ ഈ അസുഖം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം നമ്മ. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടി കുറവാണ്. നമ്മ സാധാരണ പനിയാണെങ്കിൽ ആ പനിയാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാണ്ട് ഡോക്ടറിനെ കാണാം. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്താ അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ബാക്കിയുള്ള പോർഷൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു മാം. Thank you, miss. Thank you, ma'am. Thank you, miss. Thank you, miss.